അങ്ങനെ 2025 പകുതി ഇന്ന് അവസാനിക്കുകയാണ്. സോ ഫാസ്റ്റ് അല്ലെ? ഈ വർഷം ഞാൻ കണ്ട സിനിമകളും സീരീസുകളിൽ നിന്നും എനിക്കിഷ്ടപ്പെട്ട ഇതുവരെയുള്ള ബെസ്റ്റ് മൂവീസ് ഓഫ് 2025 ആണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. മൂവീസ് മാത്രമല്ല, സീരീസും കൂടി മിക്സ് ആയിട്ടാണ് ഇതിൽ ഞാൻ പറയുന്നത്. ഞാൻ കണ്ട ദിവസത്തിന്റെ ഓർഡറിലാണ് പടം പറയുന്നത്, അല്ലാതെ ടോപ്പ് 10 ടോപ്പ് 20 അങ്ങനെയൊന്നുമല്ല. അതിനു മുമ്പ് ഈ വർഷമായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഇൻട്രസ്റ്റെല്ലാർ സിനിമ തിയേറ്ററിൽ കാണുന്നത്. അതൊരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതും ഇതിന്റെ കൂടെ പറയുകയാണ്. പക്ഷേ പടം 2014 അറിയാമല്ലോ. അപ്പോ ബെസ്റ്റ് മൂവീസ് ഓഫ് 2025 so far. നമ്പർ 1 രേഖാചിത്രം. ജനുവരി 9 ചങ്ങനാശ്ശേരി അഭിനയ തിയേറ്ററിലാണ് ഞാൻ ഈ പടം കണ്ടത്. ആസിഫ് അലിയെ നായകനാക്കി ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത പടമാണ്. അനശ്വര രാജൻ, സെറിൻ ഷിഹാബ്, ഭാമ അരുൺ, മനോജ് കെ ജയൻ, അങ്ങനെ ഒരു വലിയ താരനിര തന്നെ പടത്തിലുണ്ടായിരുന്നു. ഒരു കിടിലൻ ഐഡിയ ആയിരുന്നു. ഒരു പഴയ സിനിമയുടെ സെറ്റിൽ വെച്ച് നടക്കുന്ന ഒരു ക്രൈം, അതിന്റെ അന്വേഷണം വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഈ വർഷം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ കൂടിയാണ്. പടം കാണാത്തവരുണ്ടെങ്കിൽ സോണി ലിവിൽ കിടപ്പുണ്ട്. നെക്സ്റ്റ് നോസ്ഫെറാട്ടു. ജനുവരി 15 ഈ ഇംഗ്ലീഷ് ഹൊറർ ത്രില്ലർ നോസ്ഫെറാട്ടു ഞാൻ കാണുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ അമേരിക്കയിലൊക്കെ റിലീസായ പടമാണ്. പക്ഷെ ഇന്ത്യയിൽ ജനുവരിയിലായിരുന്നു റിലീസ്. ഞാൻ വെയിറ്റ് ചെയ്തു, പക്ഷെ ഞങ്ങളുടെ നാട്ടിലൊന്നും പടം റിലീസായില്ല. പിന്നെ ഞാൻ 68 കിലോമീറ്റർ ദൂരെ പോയിട്ട് കൊച്ചി ഫോറം മാളിൽ വെച്ച് കണ്ട പടമാണ് സ്ക്രീൻ 7. ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ. ഒരു പോയറ്റിക് ഗോത്തിക് ഹൊറർ പടം എന്ന് പറയാം. ഒരു സ്വപ്നം കണ്ട പോലെയാണ് എനിക്ക് ഈ പടം കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. എന്റെ ക്യാമറയൊക്കെ അന്യായ ഭംഗിയായിരുന്നു. ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ഹോട്ട്സ്റ്റാർ പടമുണ്ട്. OTT കാഴ്ച അത്ര സുഖമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. നെക്സ്റ്റ് പൊന്മാൻ. ജനുവരി 30 കോട്ടയം അനുപമ തിയേറ്ററിലാണ് ഞാൻ ഈ പടം കണ്ടത്. ജ്യോതിഷ് ശങ്കർ ആണ് ഇതിന്റെ ഡയറക്ടർ. ബേസിൽ ജോസഫ്, ലിജോമോൾ ജോസ്, സജിൻ ഗോപു തുടങ്ങിയവർ പ്രധാന വേഷങ്ങൾ വന്ന പടമാണ്. GR ഇന്ദുഗോപന്റെ 4-5 ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കി ഉണ്ടാക്കിയ സിനിമയാണ്. ഒരു മനോഹരമായിട്ടുള്ള റൂട്ടഡ് ആയ, വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമോഷണൽ ഡ്രാമ ത്രില്ലർ എന്ന് പറയാം. ലീഡ് റോളിൽ വന്ന 3 പേരുടെ മത്സരിച്ചുള്ള അഭിനയം, ബാക്കി എല്ലാവരുടെയും പെർഫോമൻസ് കിടുവാണ്. ഇതിന്റെ മ്യൂസിക്, പ്രത്യേകിച്ച് ഇതിൽ ചിത്രചേച്ചി പാടിയ നെഞ്ചിൽ പണ്ടേ നോവായി ആ ഒരു പാട്ട് എനിക്ക് ഈ വർഷത്തെ ഏറ്റവും ഫേവറേറ്റ് പാട്ടുകളിൽ ഒന്നാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഹോട്ട്സ്റ്റാർ പടം കാണാം. നെക്സ്റ്റ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഈ വർഷം ഇറങ്ങിയ ക്രൈം ത്രില്ലേഴ്സിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മറ്റൊരു പടമാണിത്. ഫെബ്രുവരി 20 പള്ളിക്കത്തോട് അഞ്ചാനി സിനിമാസിൽ സ്ക്രീൻ 2 ഞാൻ ഈ സിനിമ കണ്ടത്. ജിത്തു അഷ്റഫ് ആണ് ഇതിന്റെ ഡയറക്ടർ. കുഞ്ചാക്കോ ഭവൻ, പ്രിയാമണി, വിശാഖ് നായർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങൾ വന്നു. ഫാസ്റ്റ് പേസിൽ പറഞ്ഞു പോകുന്ന ഒരു ഇന്റൻസ് ക്രൈം ത്രില്ലർ ആണിത്. വില്ലന്മാരൊക്കെ കട്ട സ്ട്രോങ് ആയിരുന്നു. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് സിനിമ. എന്റെ നെഫ്യൂനെ കാണിക്കാൻ വേണ്ടി ഞാനിത് പിന്നെയും സെയിം തിയേറ്ററിൽ തന്നെ ഫെബ്രുവരി 23 പിന്നെയും പോയി കണ്ടു. നെക്സ്റ്റ് മിക്കി 17. മാർച്ച് 7 ഏറ്റുമാനൂർ UGM സിനിമാസിൽ OD1 ഞാൻ ഈ പടം കാണുന്നത്. ഓസ്കാർ ജേതാവായ ബോങ് ജൂ ഹോ അദ്ദേഹം ഡയറക്ട് ചെയ്ത ഇംഗ്ലീഷ് പടമാണിത്. എന്റെ ഫേവറേറ്റ് ഡയറക്ടർമാരിൽ ഒരാളാണ്. നമ്മുടെ മെമ്മറീസ് ഓഫ് മർഡർ, പാരസൈറ്റ് ഒക്കെ ഡയറക്ട് ചെയ്ത ആളാണ് മദർ. ഇതില് റോബർട്ട് പാറ്റിൻസൺ ആയിരുന്നു നായകൻ. ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ സിനിമയും. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തോട്ടാണ് സിനിമയുടെ. ഇതിന്റെ വിഷ്വൽസ്, VFX ഒക്കെ ഗംഭീരമാണ്. ഇത് ആപ്പിൾ TV പ്ലസിലും പ്രൈം വീഡിയോയിലൊക്കെ റെന്റ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. നെക്സ്റ്റ് ഒരു മലയാളം പടമാണ് ഫെമിനിച്ചി ഫാത്തിമ. ഈ വർഷം കണ്ട ഒരു ഗംഭീര മലയാളം സിനിമ എന്ന് തന്നെ പറയാം. പക്ഷെ ഇത് തിയേറ്ററിലും OTT ഒന്നും ഇതുവരെ റിലീസ് ആയിട്ടില്ല. ഞാൻ കണ്ടത് ഫിലിം ഫെസ്റ്റിവലിലാണ്. മാർച്ചിൽ കോട്ടയത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്നായിരുന്നു. അങ്ങനെ കോട്ടയം അനശ്വര തിയേറ്ററിൽ മാർച്ച് 18 ഫിലിം ഫെസ്റ്റിവലിന്റെ ലാസ്റ്റ് ഈ പടമാണ് കാണിച്ചത്. ഒരു അന്യായ പടമാണ്. സ്ട്രോങ് പൊളിറ്റിക്സ് സംസാരിക്കുന്ന സിനിമയാണ്. മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ അത് ഓവറാക്കാതെ വളരെ നർമ്മത്തിന്റെ മേമ്പൊടിയോടുകൂടി ഒരുപാട് കുത്താതെ ഭയങ്കര രസമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. ഭയങ്കര റിയൽ ആൻഡ് റൂട്ടഡ് ആണ് ഈ സിനിമ. ക്യൂട്ട് പടം എന്ന് പറയാം. അഭിനയിച്ച എല്ലാവരും പുതുമുഖങ്ങളാണ്. പക്ഷെ നമുക്ക് തോന്നുകയില്ല, അത്രയ്ക്കും കിടു ആക്ടിംഗ് ആയിരുന്നു എല്ലാവരുടേതും. പറഞ്ഞാൽ ചിലപ്പോൾ വിവാദമായേക്കാം, എങ്കിലും മുസ്ലിം സമുദായത്തിലെ ആണുങ്ങൾ തന്നെ കൈയടിച്ചു പോകും. അതുപോലെയുള്ള മേക്കിംഗ് ആണ്. ഞാനിത് സെപ്പറേറ്റ് റിവ്യൂ ചെയ്തിട്ടില്ല, കാരണം ഇത് റിലീസ് ആവാത്തതുകൊണ്ട് നേരത്തെ അത് ചെയ്യണ്ട എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഒരു കിടിലൻ പടം തന്നെയാണ്. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ, അതായത് ഉടനെ ചിലപ്പോൾ തിയേറ്ററിൽ വരും, അല്ലെങ്കിൽ OTT റിലീസ് ആവാനുള്ള സാധ്യതയുണ്ട്, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്, മിസ് ചെയ്യരുത്. നെക്സ്റ്റ് ഒരു സീരീസ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ മാർച്ച് 22 ഞാൻ കണ്ടത്. അഡലസൻസ്. സിംഗിൾ ഷോട്ട് ആയിട്ട് ഓരോ എപ്പിസോഡും ഷൂട്ട് ചെയ്ത ഭയങ്കര റിയൽ ആയിട്ടുള്ള ഒരു ക്രൈം ഡ്രാമയാണ്. കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു തരിപ്പൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു സീരീസ് ആണിത്. കുറച്ച് ഹോണ്ടിങ് ആണ്. അടുത്തത് ഒരു തെലുഗു ക്രൈം ഡ്രാമയാണ്. കോർട്ട് സ്റ്റേറ്റ് വേഴ്സസ് എ നോബഡി. ഏപ്രിൽ 11 ഞാൻ നെറ്റ്ഫ്ലിക്സിൽ കണ്ട പടമാണിത്. റാം ജഗദീഷ് ആണ് ഇതിന്റെ ഡയറക്ടർ. പ്രിയദർശി പുലിക്കൊണ്ട, ഹർഷ് റോഷൻ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ. ടീനേജ് പ്രായത്തിലുള്ള ഒരു മകനോ അല്ലെങ്കിൽ സഹോദരനോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. നമ്മുടെ ആൺകുട്ടികൾ എങ്ങനെയൊക്കെ ഒരു ക്രൈമിനുള്ളിൽ അല്ലെങ്കിൽ ഒരു കേസിനുള്ളിൽ അകപ്പെട്ടു പോകാം എന്നുള്ളത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. കാണാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഹോളിവുഡിൽ നിന്ന് വന്ന
സിന്നേഴ്സ് എന്ന പടം. ഹൊറർ ജോണറിൽപ്പെട്ട പടമാണ്, പക്ഷെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ഞാൻ ഈ പടം ഏപ്രിൽ 19 ഏറ്റുമാനൂർ UGM തിയേറ്ററിലാണ് കണ്ടത്, OD1-ൽ. കിടു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്തത് ഓഫ് കോഴ്സ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു പടമായിരിക്കും. തരുൺ മൂർത്തി മോഹൻലാൽ ടീമിന്റെ തുടരും. ഏപ്രിൽ 25 ഞാൻ പള്ളിക്കത്തോട് അഞ്ചാനി സിനിമാസിൽ സ്ക്രീൻ 3-ലാണ് ഈ പടം കണ്ടത്. ഓവർ പ്രതീക്ഷയില്ലാതെ ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോ ഈ പടം കണ്ടപ്പോഴുള്ള എക്സ്പീരിയൻസ് ഈ വർഷത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി, ബെസ്റ്റ് ക്രൈം ത്രില്ലർ എന്ന് പറയാവുന്ന സിനിമയാണ്. ഞാൻ ഈ പടവും രണ്ടാമത് പോയി കണ്ടായിരുന്നു വിത്ത് ഫുൾ ഫാമിലി. മെയ് 3 കോട്ടയം അഭിലാഷ് തിയേറ്ററിൽ രാത്രി 12 മണിക്കുള്ള ഷോയ്ക്ക്. നെക്സ്റ്റ് തമിഴിൽ നിന്നും ഈ വർഷം വന്ന് എല്ലാവരുടെയും മനസ്സ് നിറച്ച ടൂറിസ്റ്റ് ഫാമിലിയാണ്. ഞാൻ ഈ പടം മെയ് 4 കോട്ടയം അനുപമ തിയേറ്ററിലാണ് കാണുന്നത്. ക്ലോസ് ടു ഹേർട്ട് എന്ന് പറയാവുന്ന ഒരു സിനിമയാണ്. ശശികുമാർ, സിമ്രാൻ, നമ്മുടെ ആവേശത്തിലെ പയ്യൻ മിഥുൻ, കൊച്ചിയർക്കൻ, കമലേഷ് ജഗൻ, എല്ലാവരുടെയും കിടു പെർഫോമൻസ് പടത്തിലുണ്ട്. ഭയങ്കരമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. മനുഷ്യർ ഇങ്ങനെ സ്നേഹിക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണ് എന്ന് ആരോ ഒരാൾ ഈ പടത്തെ കുറിച്ച് പോസ്റ്റ് ചെയ്ത് കണ്ടു. അത് തന്നെയാണ് എനിക്ക് പടത്തെ കുറിച്ച് പറയാനുള്ളതും. ഇത് നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിത്ത് ഫാമിലി തന്നെ കാണുക. പടം ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഹിന്ദി പടമാണ് സ്റ്റോളൻ. ജൂൺ 7 ഞാൻ കണ്ടത്. അഭിഷേക് ബാനർജി, മിയ മൽസർ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങൾ വന്നത്. ആൾക്കൂട്ട ആക്രമണത്തിന്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു വശം കാണിച്ചു തരുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് ഐറ്റം തന്നെയാണ്. പടം 1.5 മണിക്കൂറേ ഉള്ളൂ. ആമസോൺ പ്രൈമിൽ കിടപ്പുണ്ട്. അടുത്തത് സോട്ടോൺ എന്ന ഒരു ഇംഗ്ലീഷ് ത്രില്ലർ പടമാണ്. ജൂൺ 19 ഞാൻ കണ്ടത്. ഒരു തയ്യൽക്കാരി ഒരു വലിയ ക്രൈമിനുള്ളിൽ പെട്ടുപോകുന്നതിന്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. സിമ്പിൾ തോട്ട്, പക്ഷെ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. അന്യായ ക്യാമറയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയുന്ന ഒരു പടമാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഒക്കെ ഞാൻ മുമ്പ് തന്നെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പടം ഇപ്പോൾ മെയിൻ പ്ലാറ്റ്ഫോമിലൊന്നും ഇന്ത്യയിൽ അവൈലബിൾ അല്ല. നിങ്ങൾക്ക് ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കാണേണ്ടി വരും. നെക്സ്റ്റ് ഒരു സീരീസ് ആണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസായ കേരള ക്രൈം ഫയൽസ് സീസൺ 2. ഈ വർഷത്തെ ഞാൻ കണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസ് എന്ന് പറയാം. അത് മലയാളത്തിൽ നിന്നാണെന്നുള്ളത് അഭിമാനിക്കാനുള്ള വകയുണ്ട്. ജൂൺ 20 രാത്രി 12 മണിക്ക് ഇത് റിലീസായിട്ട് ഞാൻ ഒറ്റ ഇരിപ്പിന് കുത്തിയിരുന്നുണ്ട്. രാവിലെ 4 മണിക്ക് തന്നെ റിവ്യൂവും ചെയ്തു. ഉറക്കം പോയെങ്കിൽ പോലും എനിക്ക് വളരെ വെർത്ത് വാച്ച് ആയിട്ടുള്ള ഒരു സീരീസ് ആയിരുന്നു. അഹമ്മദ് കബീറാണ് ഡയറക്ടർ. നമ്മുടെ കിഷ്കിന്ദാകാന്ഡം എഴുതിയ ബാഹുൽ രമേശ് ആണ് ഇതിന്റെ സ്ക്രിപ്റ്റ്. അർജുൻ രാധാകൃഷ്ണൻ, ഇന്ദ്രൻസ്, ഹരിശ്രീ അശോകൻ, ലാൽ, അങ്ങനെ ഒരു ഗംഭീര താരനിര തന്നെ ഇതിലുണ്ട്. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ മിസ് ചെയ്യരുത്. ഇനി ഈ അരവർഷത്തിലെ ഏറ്റവും അവസാനം തിയേറ്ററിൽ കണ്ട പടങ്ങളിൽ ഒന്നാണ് F1. ബ്രാഡ് പിറ്റ് നായകനായിട്ട് വന്ന സ്പോർട്സ് ഡ്രാമയാണ് ഈ സിനിമ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ ഇമോഷണലി അറ്റാച്ച്മെന്റ് തോന്നിയ ഒരു സിനിമ കൂടിയാണ്. ഞാനിത് ജൂൺ 27 പള്ളിക്കത്തോട് അഞ്ചാനി സിനിമാസിൽ സ്ക്രീൻ 2-ലാണ് കണ്ടത്. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇതും. ഫോർമുല 1 സ്പോർട്സിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നിട്ട് കൂടി എനിക്ക് പടം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഫോർമുല 1 ഫാൻസിന് പടം അത്രയ്ക്കും ആവേശമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ തിയേറ്ററിൽ ഇത് ഓടുന്നുണ്ട്. സ്പോർട്സ് മൂവിയാണെന്ന് കരുതി ആരെങ്കിലും വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് പോയി കാണുക. അപ്പോൾ ഇത്രയുമാണ് 2025 ഇതുവരെ ഇറങ്ങിയതിൽ എനിക്ക് ദ ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ള പടങ്ങൾ. 15 ഉണ്ടായിരുന്നു തോന്നുന്നു. ഇതുകൂടാതെ സ്പെഷ്യൽ മെൻഷൻ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഗുഡ് എന്ന് തോന്നിയ കുറച്ച് സിനിമകൾ കൂടി പറയാം. ഡിജിറ്റലായിട്ട് ഫെബ്രുവരി 18 കണ്ട ഇംഗ്ലീഷ് ഹൊറർ സൈഫൈ ത്രില്ലർ കമ്പാനിയൻ. ഫെബ്രുവരി 21 കോട്ടയം അനശ്വരയിൽ ഞാൻ കണ്ട തമിഴ് പടം ഡ്രാഗൺ. മാർച്ച് 8 കോട്ടയം ആശാ തിയേറ്ററിൽ വെച്ച് കണ്ട ഔസേപ്പിന്റെ ഒസ്യത്ത്. ഫിലിം ഫെസ്റ്റിവലിൽ ഞാൻ കണ്ട മറ്റൊരു മലയാളം പടം അപ്പുറം. 18 കോട്ടയം അനശ്വരയിലാണ് കണ്ടത്. നെറ്റ്ഫ്ലിക്സിൽ ഏപ്രിൽ 5 കണ്ട കൊറിയൻ സീരീസ് കർമ്മ. മെയ് 8 പള്ളിക്കത്തോട് അഞ്ചാനി സിനിമാസിൽ കണ്ട സർക്കിട്ട്, ആസിഫ് അലിയുടെ പടം. മെയ് 9 അഞ്ചാനി തന്നെ കണ്ട പടക്കളം. നെക്സ്റ്റ് റോന്ത്. ജൂൺ 13 ചങ്ങനാശ്ശേരി അഭിനയ തിയേറ്ററിലാണ് കണ്ടത്. പിന്നെ ജൂൺ 28 കോട്ടയം അനശ്വര തിയേറ്ററിൽ വെച്ച് കണ്ട തമിഴ് ത്രില്ലർ മാർഗൻ. ഇനി നിങ്ങളുടെ ഈ വർഷം കണ്ട പടങ്ങളിലെ ഫേവറേറ്റ് പറയാനുള്ള ടൈമാണ്. എല്ലാവരും കമന്റ് ബോക്സിൽ നോക്കുക.